ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 PSC ചോദിച്ചിട്ടുള്ള 30 GK ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. ആ പ്രസ്താവന ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ആ പ്രസ്താവനയും ശരിയാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആ പ്രസ്താവന തെറ്റാണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ആ പ്രസ്താവന ശരിയാണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1, 2, 4 ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ സി, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി, 1949 നവംബർ 26-ന്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഓപ്ഷൻ സി, 1951. 1951-ലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. ആ പ്രസ്താവന തെറ്റാണ്. മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ആ പ്രസ്താവന ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ആ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പ്രസ്താവന ശരിയാണ്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ പ്രസ്താവന ശരിയാണ്.
മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആ പ്രസ്താവനയും ശരിയാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രസ്താവന തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത്. അപ്പോൾ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. ആ പ്രസ്താവന ശരിയാണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. അത് തെറ്റാണ് അല്ലേ? 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. അത് ശരിയാണ്. 1947 ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക സ്വീകരിച്ചത്, ത്രിവർണ പതാക സ്വീകരിച്ചത്. അപ്പോൾ ഇതിലെ തെറ്റായ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ചോദിച്ചാൽ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. 1ഉം 3ഉം ആണ് ശരിയായുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കുണ്ടറ വിളംബരം നടന്നത് എന്ന്. കുണ്ടറ വിളംബരം നടന്നത് എന്ന്. ഓപ്ഷൻ എ 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921 ശരിയായ പ്രസ്താവനയാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ആ പ്രസ്താവന തെറ്റാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പോൾ മലബാർ കലാപം നടന്നത് 1921 ആ പ്രസ്താവന ശരിയാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി ഗൗരി പാർവതി ബായി. ഗൗരി പാർവതി ബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അടുത്ത ചോദ്യം. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്. ഓപ്ഷൻ ബി 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? 2024 കണക്കുകൾ പ്രകാരം സ്വിറ്റ്സർലാൻഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം ഐസ്ലാൻഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐസ്ലാൻഡാണ്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 2024 സാക്ഷരതാ നിരക്കാണെങ്കിൽ 94%. എന്നാൽ പുതിയ സാക്ഷരതാ നിരക്ക്
95.3%. അടുത്ത ചോദ്യം, സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത്. ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി സത്ലജ് നദി. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാബ. ഹോമി ജഹാംഗീർ ബാബയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. അടുത്ത ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഓപ്ഷൻ ഡി ജോൺ മത്തായി. ജോൺ മത്തായി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഓപ്ഷൻ എ ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. അടുത്ത ചോദ്യം, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ആ പ്രസ്താവന ശരിയാണ്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ആ പ്രസ്താവനയും ശരിയാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ആ പ്രസ്താവന ശരിയാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. ആ പ്രസ്താവന തെറ്റാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ആ പ്രസ്താവന തെറ്റാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നാണ്. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ചത് ശരിയല്ലാത്തത് ഏതൊക്കെയാണ് ചോദിച്ചാൽ, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. 2ഉം 3ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോട്, അത് ശരിയാണ്. ചീയപ്പാറ ഇടുക്കി ശരിയാണ്. വാഴച്ചാല് പത്തനംതിട്ട, അത് തെറ്റാണ്. വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. പാലരുവി കൊല്ലം, അത് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളതാണ്, ശരിയല്ലാത്തതാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 അത് ശരിയായുള്ള പ്രസ്താവനയാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അത് ശരിയായുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അതും ശരിയാണ്. അപ്പോൾ മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984, മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഈ 3 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. അത് ശരിയായുള്ള പ്രസ്താവനയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ്. ആ പ്രസ്താവനയും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണ്. അത് തെറ്റാണല്ലേ, പെരിയാറാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാറാണ്. അത് തെറ്റായുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ്. അത് ശരിയാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. അത് ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. അത് തെറ്റാണ്. നമ്മുടെ സൈലന്റ് വാലിയിലാണല്ലേ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്നാണ് പറഞ്ഞത്. അതല്ല, ഇരവികുളമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമല്ല, അത് സൈലന്റ് വാലിയാണ്. അപ്പോൾ 2ഉം 4ഉമാണ് തെറ്റായുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യമാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നമ്മുടെ കബനിയുണ്ട്, കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാമ്പാറും എന്താണ്, കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ കിഴക്കോട്ട് നിന്ന് ഒഴുകുന്ന നദി കബനിയും പാമ്പാറും മാത്രമേ വരികയുള്ളൂ. 1ഉം 2ഉം മാത്രമേ വരികയുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.